ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ രത്നച്ചുരുക്കം. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് വിളിക്കുവാനുള്ള രണ്ടാമത്തെ കാരണം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിക്കുവാനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. 7. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണമായ ന്യായപ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 8. ആദാമ്യ പാപത്തിലൂടെ ക്ഷയിച്ചുപോയ അഥവാ നിർജീവമാക്കപ്പെട്ട ആത്മാവിൻ്റെ ശക്തിയാണ് ക്രിസ്തുവിലൂടെ പുതുജീവൻ പ്രാപിച്ചത്. 9. പുതിയ നിയമത്തിൽ ഒരു വിശ്വാസി ആത്മാവ് കൊണ്ടാണ് ആരംഭിക്കുന്നത്. 10. പിതാവാം ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. 11. പിതാവിൻ്റെ പുത്രനായ യേശു എന്ന ഏകരക്ഷകൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ നഷ്ടമാക്കുന്ന പ്രവർത്തനമാണ് വീണ്ടും പരിച്ഛേദനയിലേക്കോ പാപത്തിലേക്കോ തിരിയുന്നത്. 12. യേശുവും ശിഷ്യന്മാരും വിശുദ്ധരും നമുക്ക് വേണ്ടിയാണ് രക്തം ചീന്തിയതെന്ന ബോധ്യം നമ്മെ ഭരിക്കട്ടെ. സാത്താനെങ്ങും അടിമപ്പെടാതെ വിശ്വാസത്തെ മുറുകെ പിടിക്കുക. 13. മാമോദീസായിലൂടെ പ്രാപിച്ച ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങൾ ഇല്ലാത്തതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും യഥേഷ്ടം അനുഭവിക്കുന്നതാണ്. അത് പൂർണ്ണമായും അനുഭവിക്കുവാൻ പ്രാർത്ഥിക്കുക. ദൈവം അത് തരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.